നമുക്ക് ചിത്രത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ചിത്രത്തിലൊരു പേടുണ്ട്. പേടിക്ക് ഡാലി മരച്ചില്ലയാണ്. ആ മരച്ചില്ലയിൽ ഒരു കൂടുണ്ട്. ഘോസലാണ് കൂട്. പിന്നെ ഒരു ലടുക്ക ഒരു ലടുക്കിയുണ്ട്. പിന്നെ മരത്തിൻ്റെ മുകളിലൊരു ചിടിയ ഇരിക്കുന്നുണ്ട്. ലടുക്കിയുടെ കയ്യിൽ ഒരു നന്നി ചിടിയാണ് ഉള്ളത്. ഈ രണ്ട് കുട്ടികളും പക്ഷിക്കൂട്ടിൽ നിന്നും വീണ പക്ഷിക്കുഞ്ഞിനെ രക്ഷിക്കുകയും തിരിച്ച് ഘോസല ആ പേടിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അവരിവിടെ ഒരു നന്മയാണ് ചെയ്യുന്നത്. ആ ചിത്രത്തിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, ആജ് ഫിർസേ തും ബുജാ ദീപക് ജലാവോ. ഇന്ന് നിങ്ങൾ വീണ്ടും അണഞ്ഞ ദീപം തെളിയിക്കൂ എന്നാണ് ഈ വരികളുടെ അർത്ഥം. ആജ് ഇന്നാണ്, ഫിർസേ എന്ന് വെച്ചാൽ വീണ്ടും, തും നിങ്ങൾ എന്ത് ചെയ്യണം, ബുജാ ദീപക് അണഞ്ഞ ദീപം, ജലാവോ എന്ന് വെച്ചാൽ തെളിയിക്കൂ. നിങ്ങൾ വീണ്ടും ഇന്ന് അണഞ്ഞ ദീപം തെളിയിക്കൂ. അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നന്മയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി നോക്കാം. ചിത്രക്കെ ആധാർ പർ സഹി യാ ഗലത്ത് ലിഖിൻ. ചിത്രത്തെ അടിസ്ഥാനമാക്കി ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാം. ഒന്നാമത്തെ സെൻറ്റൻസ്, ബച്ചേക്കെ ഹാത്ത് മേം ചിടിയാ ഹെ. ഇത് സഹിയാണോ ഗലത്താണോ എന്ന് എഴുതണം. ഈ സെൻറ്റൻസ് ഗലത്താണ്. കാരണം ബച്ചി പെൺകുട്ടിയുടെ കയ്യിലാണ് എന്തുള്ളത്, ചിടിയ ഉള്ളത്. അപ്പോൾ സെൻറ്റൻസ് ഗലത്താണ്. രണ്ടാമത്തെ, ബച്ച ഗോൻസില ടീ കറക്കെ രക്താ ഹെ. ഈ സെൻറ്റൻസ് സഹിയാണ്, ശരിയാണ്. കാരണം കുട്ടി ഗോസില ശരിയാക്കി വയ്ക്കുകയാണ്. മൂന്നാമത്തെ സെൻറ്റൻസ്, ബച്ച ഓർ ബച്ചി ബുജാ ദീപക് ജലാത്തെ ഹെ. ആൺകുട്ടിയും പെൺകുട്ടിയും എന്താ ചെയ്യുന്നത്, അണഞ്ഞ ദീപം തെളിയിക്കുന്നു. ആ സെൻറ്റൻസ് ശരിയാണ്, സഹിയാണ്. നാലാമത്തെ, ബച്ചി കെ ചെഹരെ പർ ക്രോധ് കാ ഭാവ് ഹെ. പെൺകുട്ടിയുടെ മുഖത്ത് എന്ത് ഭാവമാണ്, ദേഷ്യത്തിൻ്റെ ഭാവമാണോ? അല്ല, അത് ഗലത്താണ്. അഞ്ചാമത്തെ സെൻറ്റൻസ്, ബച്ച ഗോൻസിലെ കാ നാശ് കർത്താ ഹെ. കുട്ടി ഗോൻസില നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അപ്പോൾ ഈ സെൻറ്റൻസ് ഗലത്താണ്. അടുത്തത്, ദോനോ കി ചെഹറോ പർ സമാനുഭൂതി കാ ഭാവ് പ്രകട ഹെ. രണ്ടുപേരുടെയും മുഖത്ത് എന്താണ്, സമാനുഭൂതി, അതായത് മറ്റുള്ള ജീവികളോട് സഹതാപം. ഈ സെൻറ്റൻസ് സഹിയാണ്. നമുക്ക് പഠിക്കാനുള്ളത് ഒരു സമാചാറാണ്, ന്യൂസാണ് പഠിക്കാനുള്ളത്. ഹെഡിങ് ഉണ്ട്, ഇൻസാനിയത്ത് കി മിസാൽ. ഇൻസാനിയത്ത് എന്ന് വെച്ചാൽ മനുഷ്യത്വം, മിസാൽ എന്ന് വെച്ചാൽ മാതൃക. മനുഷ്യത്വത്തിൻ്റെ മാതൃക എന്നാണ് ന്യൂസിന് ഹെഡിങ് ഉള്ളത്. ഇനി സ്ഥലം എഴുതിയിട്ടുണ്ട്, ബദ്രീനാഥ് എന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഉത്തരാഖണ്ഡ് में 18 दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. അതായത് ഉത്തരാഖണ്ഡ്, ബദ്രീനാഥിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. എന്താണ് ഉണ്ടായത്, ഉത്തരാഖണ്ഡിൽ 18 ദിനോം സെ 18 ദിവസങ്ങളായി, ഫസെ കുടുങ്ങിക്കിടന്ന, ലോഗോം കി ജാൻ ജനങ്ങളുടെ ജീവൻ, ജാൻ ബജാന എന്ന് വെച്ചാൽ ജീവൻ രക്ഷിക്കാനുള്ള കാം പ്രവർത്തനങ്ങൾ, ഗതം ഹോ ചുക്കാ ഹെ അവസാനിച്ചിരിക്കുന്നു. അതായത് ഉത്തരാഖണ്ഡിൽ 18 ദിവസങ്ങളായി കുടുങ്ങിക്കിടന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഗതം ഹോ ചുക്കാ ഹെ എന്ന് വെച്ചാൽ അവസാനിച്ചിരിക്കുന്നു. കൈ ലോകോംനെ കുറേ ആൾക്കാർ എന്താണ്, അപ്നി ജാൻ സ്വന്തം ജീവൻ, ഹത്തേലി പർ രഖക്കർ അതായത് പണയം വെച്ചിട്ട്, സ്വന്തം ജീവൻ പണയം വെച്ചിട്ട്, യഹ് കാം കിയ കുറേ അധികം ആളുകൾ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഈ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഉത്തരാഖണ്ഡ് में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. हजारों तीर्थयात्री बुरी तरह फंस गए थे. उन्हें हेलीकॉप्टर के जरिए बाहर निकाला गया. ഇനി എങ്ങനെയാണ് ആളുകൾ കുടുങ്ങിപ്പോയത്? ഉത്തരാഖണ്ഡിൽ ആയേ സൈലാബ് എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം, ഉത്തരാഖണ്ഡിൽ വന്ന വെള്ളപ്പൊക്കം. ബദ്രീനാഥിലും എന്തുണ്ടായി, ജംകർ തബാഹി മച്ചായി എന്ന് വെച്ചാൽ നാശം വിതച്ചു. ഉത്തരാഖണ്ഡിലുണ്ടായ വെള്ളപ്പൊക്കം എവിടെയും നാശം വിതച്ചു, ബദ്രീനാഥിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയാണ് ആളുകൾ കുടുങ്ങിപ്പോയത്. ഹസാരോം തീർത്ഥയാത്രി തീർത്ഥാടകരാണ്. എത്ര തീർത്ഥയാത്രി ഉണ്ടായിരുന്നു, ഹസാരോം ആയിരക്കണക്കിന്. ഉത്തരാഖണ്ഡ് ബദ്രീനാഥൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അപ്പോൾ അവിടെ ധാരാളം തീർത്ഥയാത്രികൾ വരും. അവരെന്താണ്, ബുരി തര ഫസ് ഗയേ. അവരൊക്കെ വളരെ മോശമായ രീതിയിലാണ്, വളരെ അപകടാവസ്ഥയിലാണ് അവരകപ്പെട്ടിരുന്നത്. ഉനേം അവരെങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്, ഹെലികോപ്റ്റർ മുഖേന ബാഹർ നിക്കാലായ ഗയ പുറത്ത് എത്തിച്ചു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. वहाँ लखनऊ के राजीव शर्मा और राजस्थान के पारीक को घर जाने की बारी कई दिन पहले आ गई थी, लेकिन इन्होंने जाने से मना कर दिया. औरों की तकलीफ देखकर इन्होंने अपना मौका दूसरे ज़रूरतमंदों को दे दिया. इस घोर प्रलय में सब कुछ बह गया, लेकिन इंसानियत रह गई.
വഹാം അവിടെ ലക്നൗ കെ രാജീവ് ശർമ്മ, ലക്നൗവിലെ രാജീവ് ശർമ്മ ഓർ രാജസ്ഥാൻ കെ പാരിക്, രാജസ്ഥാനിലെ പാരിക്, ഈ രണ്ട് വ്യക്തികൾ എന്ത് ചെയ്തു? ഘർ ജാനെ കി ബാരി, അവർക്ക് ഇന്ന് വീട്ടിൽ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഘർ ജാനെ കി ബാരി കയി ദിൻ പെഹലെ ആ ഗയി തി, വീട്ടിൽ പോകാനുള്ള അവസരം കയി ദിൻ പെഹലെ, വളരെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലഭിച്ചിരുന്നു. ലക്നൗവിലെ രാജീവ് ശർമ്മയ്ക്കും രാജസ്ഥാനിലെ പാരീക്കിനും വീട്ടിൽ പോകാനുള്ള അവസരം വളരെ ദിവസങ്ങൾക്ക് തന്നെ ലഭിച്ചിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ലേക്കിൻ എന്നാൽ, ഇനോനെ അവർ, ജാനേസെ മനാ കർ ദിയ, ജാനേസെ മനാ കർ ദിയ എന്ന് വെച്ചാൽ പോകാൻ വിസമ്മതിച്ചു. ഔരോം കി തക്ലീഫ് ദേഖ് കർ, ഔരോം എന്ന് വെച്ചാൽ മറ്റുള്ളവർ, ഔരോം കി മറ്റുള്ളവരുടെ, തക്ലീഫ് ദേഖ് കർ ബുദ്ധിമുട്ട് കണ്ടിട്ട്, ഇനോനെ ഇവരെന്ത് ചെയ്തു? അപ്നാ മൗക്ക സ്വന്തം അവസരം, ദൂസരെ മറ്റുള്ള, സരൂരത്ത് മന്ദോംക അത്യാവശ്യക്കാർക്ക് എന്ത് ചെയ്തു? ദേദിയ നൽകി. അതായത് ഇവർക്ക് പോകാനുള്ള അവസരം ഇവരെന്ത് ചെയ്തു? മറ്റുള്ള അത്യാവശ്യക്കാരായ ആളുകൾക്ക് വിട്ടുകൊടുത്തു. ഈ ഗോർ പ്രളയമേം, ഈ അതിഭയങ്കരമായ വെള്ളപ്പൊക്കത്തിൽ സബ് കുച്ച് ബഹ് ഗയ, എല്ലാം ഒഴുകിപ്പോയി. ലേക്കിൻ ഇൻസാനിയത്ത് രഹ് ഗയി, പക്ഷെ ഒന്ന് മാത്രം അവശേഷിച്ചു. എന്താണത്? മനുഷ്യത്വം. ഇൻസാനിയത്ത് എന്ന് വെച്ചാൽ മനുഷ്യത്വം രഹ് ഗയി അവശേഷിച്ചു, അത് മാത്രം നമുക്ക് ബാക്കിയായി. എല്ലാം ഒഴുകിപ്പോയിട്ടും നമ്മുടെ മനുഷ്യത്വം മാത്രം അവശേഷിച്ചു. അതാണ് ഈ സമാചാറിന്, ഈ ന്യൂസിന് ഇൻസാനിയത്ത് കി മിസാൽ എന്ന ഹെഡിങ് കൊടുക്കാൻ കാരണം, മനുഷ്യത്വത്തിൻ്റെ മാതൃക എന്ന ഹെഡിങ് കൊടുക്കാൻ കാരണം ഇതാണ്. രണ്ട് വ്യക്തികൾ ഒരു നന്മ ചെയ്ത കാരണമാണ് അത് മനുഷ്യത്വത്തിൻ്റെ മാതൃക എന്ന രീതിയിൽ ഹെഡിങ് വന്നിട്ടുള്ളത്. ഇതാണ് ഈ പാഠം. ഇത് പാഠപുസ്തകത്തിലൊരു ചിത്രമാണ്. ഈ ചിത്രത്തിന് അനുയോജ്യമായൊരു സന്ദേശവാക്യം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വരൾച്ചയും വെള്ളപ്പൊക്കവും സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശവാക്യം നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. പേട പ്രകൃതിക്ക് ജാൻ ഹേ ഉന്നെ മത്ത് കാട്ടോ, മരങ്ങൾ പ്രകൃതിയുടെ ജീവനാണ്, അവ വെട്ടരുത്. ഇവിടെ ഒരു ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു ആക്ടിവിറ്റി നോക്കാം. ഘടനാവും കോ ക്രമബന്ധ കറക്കെ ലിഖേം, ഈ സംഭവങ്ങളെ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹെലികോപ്റ്റർ ദ്വാര ലോഗോം കോ ബചായ, ഹെലികോപ്റ്റർ മുഖേന ജനങ്ങളെ രക്ഷിച്ചു. ബദ്രീനാഥ് മേ സൈലാബ് ഹുവ, ബദ്രീനാഥിൽ വെള്ളപ്പൊക്കമുണ്ടായി. രാജീവ് ശർമ്മ ഓർ പാരീഖ് നെ അപ്നാ മൗക ദൂസരോം കോ ദിയ, രാജീവ് ശർമ്മയും പാരീഖും തൻ്റെ അവസരം മറ്റുള്ളവർക്ക് നൽകി. ഹസാരോം തീർത്ഥയാത്രി ബദ്രീനാഥ് മേ ഫസ് ഗയെ, ആയിരക്കണക്കിന് തീർത്ഥാടകർ ബദ്രീനാഥിൽ അകപ്പെട്ടു. ഇതിൽ ഏറ്റവും ആദ്യം വരുന്ന സെൻറ്റൻസ് ഏതാണ്? ഏറ്റവും ആദ്യം വരിക ബദ്രീനാഥ് മേ സൈലാബുഹ, അതാണ് വരിക ഒന്നാമത്തെ സെൻറ്റൻസ്. രണ്ടാമതായിട്ട് ഹസാരോം തീർത്ഥയാത്രി ബദ്രീനാഥ് മേ ഫസ് ഗയെ, മൂന്നാമതായിട്ട് വരിക ഹെലികോപ്റ്റർ ദ്വാര ലോഗോം കോ ബച്ചായ, അവസാനം വരുന്നത് രാജീവ് ശർമ്മ ഓർ പാരീഖ് നെ അപ്നാ മൗക ദൂസരോം കോ ദേ ദിയ. ഇത് നമ്മൾ ചിത്രമേ ക്യാ ക്യാ ഹേ എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പേട്, പേട് കി ഡാലി, പത്ത, ഘോസല, ലഡ്ക, ലഡ്കി, ഘർ, ചിടിയ, നന്നി ചിടിയ. കുറച്ച് ചോദ്യമാണ്. ലഡ്കി കെ ഹാത്ത് മേ ക്യാ ഹേ, പെൺകുട്ടിയുടെ കയ്യിൽ എന്താണ്? ഏക് പ്യാരി സി നന്നി സി ചിടി, ഒരു നല്ല കുഞ്ഞിയ കിളിയാണ് കയ്യിലുള്ളത്, നല്ല ഭംഗിയുള്ള ചെറിയ കിളി. ലഡ്കി നെ ഉസ് ചിടിയ കോ ക്യോം ഹാത്ത് മേ ഉഠാ ലിയ, പെൺകുട്ടി എന്തിനാണ് ആ കിളിയെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത് എന്ന്. വ ചിടിയ പേട് കി ഡാലി സെ നീച്ചെ ഗിരി, ആ ചിടിയ, ആ പക്ഷി പേട് കി ഡാലി സെ മരച്ചില്ലയിൽ നിന്നും നീച്ചെ ഗിരി താഴെ വീണു. ഉസേ ബചാനെ കെ ലിയെ, അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ലഡ്കി എന്ത് ചെയ്തു? വ നന്നി ചിടിയാക്കോ, ആ കുഞ്ഞിക്കിളിയെ ഹാത്ത് മേ ഉഠാ ലിയ കൈകളിൽ എടുത്തു. ലഡ്ക ക്യാ കർ രഹാ ഹെ, ആൺകുട്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലഡ്ക പേട് പർ ഘോസല രഖ്താ ഹെ, താഴെ വീണ ആ ഘോസല എന്ത് ചെയ്യുന്നു? ആൺകുട്ടി തിരിച്ച് മരക്കൊമ്പിൽ തന്നെ എടുത്ത് വയ്ക്കുന്നു. ആജ് ഇന്ന്, ഫിർ വീണ്ടും, ബുജ എന്ന് വെച്ചാൽ അണഞ്ഞ എന്നാണ് അർത്ഥം. ദീപക് ദീപം, ജലാന വെച്ചാൽ തെളിയിക്കുക. സഹജീവികളോടുള്ള സ്നേഹമാണ് നമുക്കിതിലൂടെ പ്രകടമാവുന്നത്. ഇത്തരം നന്മകളിലൂടെയാണ് അണയാൻ പോകുന്ന ദീപം വീണ്ടും തെളിയുന്നത്.